ഹലോ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ? സുഖാണോ? ചായയൊക്കെ കുടിച്ചോ? അപ്പോൾ ഇന്ന് ചെറിയൊരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അടുക്കളയിലൊക്കെ ആയിരുന്നു. അടുക്കളയിൽ നിന്ന് പുറത്തുനിന്ന് ചെറിയൊരു ഈവനിങ് വ്ളോഗ് എടുത്താലോ എന്ന്. അപ്പോൾ അങ്ങനെ എടുക്കാൻ വന്നതാണ് കേട്ടോ. പിന്നെ പറയൂ. ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. മഴയൊക്കെയാണ്. രാവിലെ ഒന്ന്, ഉച്ചയ്ക്കൊന്ന്, വൈകുന്നേരം ഒന്ന്, അങ്ങനെ 3 സമയത്തായി മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം കാരി കയറിയൊക്കെ വരുന്നുണ്ട്. രാത്രിയിൽ നല്ല മഴയുണ്ട് കേട്ടോ, കാറ്റും മഴയൊക്കെയാണ്. എൻ്റെ മുഖമെല്ലാം ഭയങ്കര ഇതായിട്ടിരിക്കുവാണ് ഗൈസ്. ഇതൊന്ന് കണ്ട് നിങ്ങൾ ഞെട്ടൊന്നും വേണ്ട കേട്ടോ. ഞാനിത് കുറയ്ക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല. ഡയറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ചെയ്യാൻ തുടങ്ങി, പക്ഷേ പകുതി കൊണ്ട് നിർത്തുവാണ്. എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. കാറ്റ് വന്നിട്ട് വീടിൻ്റെ മുറ്റം എല്ലാം കിടക്കുന്ന കണ്ടോ. മഴ കാരണം അങ്ങോട്ട് മുറ്റം അടിക്കാനൊന്നും പറ്റുന്നില്ല. ഭയങ്കര കരികിലയാണ് കേട്ടോ. തൊട്ടടുത്ത് ഒരു റബ്ബർ തോട്ടമാണ്. അപ്പം ആ റബ്ബറിലെ ഇല മുഴുവൻ കാറ്റ് വരുമ്പോഴത്തേനും ഇങ്ങോട്ടാണ് കേട്ടോ വീഴുന്നത്. അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഇവിടെ 2 പേര് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് ചോറൊക്കെ കൊടുത്തതാണ്. ചോറൊക്കെ കൊടുത്തിട്ട് ഒരാൾ നല്ല ഉറക്കമായിരുന്നു. ഒരാൾ എന്നെ കണ്ടപ്പോഴത്തേനും എഴുന്നേറ്റു. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. അപ്പം 2 പേരെയും മിനിങ്ങാന്ന് കുളിപ്പിച്ച് പൊട്ടൊക്കെ മറ്റേ മൈലാഞ്ചി കൊണ്ട് പൊട്ടൊക്കെ തൊടിയിപ്പിച്ചാണ് കേട്ടോ. 2 പേരും. ഒരാൾക്ക് ഞാൻ തൈര് കൊടുത്ത് ചോറ് കൊടുത്തു. മറ്റേ ആൾക്ക് തൈരിനോട് അത്ര താല്പര്യമില്ലെന്ന് തോന്നുന്നു. 2 ദിവസമായിട്ട് തൈര് കൊടുക്കുന്നതുകൊണ്ട് വൊമിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആൾക്കിന്ന് തൈരൊന്നും കൊടുത്തില്ല. പപ്പിക്ക് ഞാൻ തൈര് തൈര് ഇഷ്ടമാണ് കേട്ടോ പപ്പിക്ക്. 2 നല്ല ഉറക്കമായിരുന്നെന്ന് തോന്നുന്നു. ഇപ്പം 2 പേരെയും അയച്ചു വിട്ടാൽ ഭയങ്കര പോരാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കടിയാണ്. ചെവിയൊക്കെയാണെങ്കിൽ കടിച്ച് പറിക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. ഇതാണ് കേട്ടോ എൻ്റെ ചെടിയൊക്കെ. ഇവിടെ ചെടിയൊക്കെ വളരെ കുറവാണ്. ഇതാണ് ഞാൻ ആദ്യം കൊണ്ടുവന്നത്. അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുത്ത് ഇവിടെ വെച്ചു. പിന്നെ അതിൽ നിന്ന് വേറൊരെണ്ണം എടുത്ത് അവിടെ വെച്ചു. ഇത് മറ്റേ മുൾച്ചെടിയാണ് കേട്ടോ. ഇത് അംഗൻവാടിയാണ്. തൊട്ടടുത്ത് അംഗൻവാടിയാണ്. അംഗൻവാടിയുടെ മേളിലൊരു ബിൽഡിംഗ് ഉണ്ട്. അത് പഞ്ചായത്തിൻ്റെയാണ്. അപ്പോൾ ഞാൻ കിച്ചൂസിനെ അംഗൻവാടി വിടുന്ന പ്രായമായപ്പം കിച്ചൂസിനെ ഞാൻ ഈ മതിലിൻ്റെ ഇപ്പുറത്തുനിന്ന് അങ്ങോട്ടേക്ക് വിടത്തേ ഉള്ളൂ. റോഡിൽ കയറേണ്ട ആവശ്യമൊന്നുമില്ല, തൊട്ടടുത്തല്ലേ. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് കയറ്റി വിടത്തേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവിടെ പൊക്കോളും. പിന്നെ ഞാൻ പോയിട്ട് പിന്നെ ഞാൻ അവിടെ ആ ഭാഗത്തേക്കേ പോവില്ല. പോയി കഴിഞ്ഞാൽ എൻ്റെ സൗണ്ടോ എൻ്റെ കൺവെട്ടോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടന്ന് കരയാൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് പോവാറില്ലായിരുന്നു. മഴ പൊടിയാൻ തുടങ്ങി കേട്ടോ. അടുത്ത മഴ പെയ്യാനുള്ള ഇതായിട്ടുണ്ട്. ഇതേണ്ടേ കാണിക്കാവേ. കണ്ടോ നിങ്ങൾ? കാരി കയറി വരുന്നുണ്ട്. മഴയാണ് കേട്ടോ. പിന്നെ ഞാൻ വൈകിട്ടത്തേന് കപ്പ വേവിക്കുന്നുണ്ട്. മീൻകറി വെച്ചു. ടൗണിൽ വരെ പോയപ്പോൾ ഞാൻ ഇച്ചിരി മീൻ വാങ്ങിച്ചായിരുന്നു. കൊഴുവയും വാങ്ങിച്ചു, ഇച്ചിരി കേരമീനും വാങ്ങിച്ചു. അപ്പം കേരമീനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ.
അപ്പം ഞാൻ കേരമീൻ കറി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതങ്ങനെ കേരമീൻ സെറ്റായി. ഇനി കപ്പ വേവിക്കണം. ഇനി കിച്ചൂസിനെ പഠിപ്പിക്കാനുണ്ട്, കുളിക്കണം, അങ്ങനെ ഒത്തിരി പരിപാടികളുണ്ട്. മീൻ കറി കാണിച്ചു തരാവേ. ഇതാണ് മീൻ കറി, കണ്ട. മീൻ കറി ഞങ്ങളുടെ കോട്ടയം സ്റ്റൈൽ മീൻ കറിയാണ് കേട്ടോ. ഞാൻ പിന്നെ അധികം എരിവ് ചേർത്തിട്ടില്ല. കോട്ടയം സ്റ്റൈൽ വെക്കുമ്പം അത്യാവശ്യം എരിവൊക്കെ വേണം. മുളകിട്ട മീൻ കറിയാണ്. ഞാൻ അങ്ങനെ എരിവൊന്നും ചേർത്തിട്ടില്ല. എരിവ് കുറച്ചേ ചേർത്തുള്ളൂ, കാരണം കൊച്ചിന് കഴിക്കേണ്ടതുകൊണ്ട് എരിവ് കുറച്ചാട്ടോ ചേർത്തത്. പിന്നെ നമ്മുടെ കപ്പ ഇവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കപ്പ വേവിക്കണം. ഇനി ഇതിന് തേങ്ങയൊക്കെ ചിരണ്ടണം. അതവിടെ ഇരുന്ന് വേകട്ടെ. ആയിരുന്നു എൻ്റെ പരിപാടി എന്ന് ചോദിച്ചാൽ ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുമായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാം എന്നാലും കുറച്ചുകൂടെ ഒതുക്കാനൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുമായിരുന്നു. ഒരുവിധം ഒതുക്കി പറക്കി. ഇനി ഈ ഷെൽഫൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. മേളിലത്തേത് അത്യാവശ്യം ക്ലീൻ ആയതാണ്. അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ കിച്ചൂസ് കുളിയൊക്കെ കഴിഞ്ഞ് കിച്ചു സ്നാക്സ് കഴിക്കുവാണ് കേട്ടോ. അതൊരു കത്രിക എടുത്ത് പൊട്ടിക്കുമോനെ. ഇവർക്ക് എക്സാം ആണ് കേട്ടോ. 23-ാം തീയതി തൊട്ട് എക്സാം തുടങ്ങുവാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഇപ്പോൾ ഇവർക്ക് റിവിഷനാണ്, സ്റ്റാർട്ട് ചെയ്തു. അത് മറ്റേ ചോക്കോപ്പിയാണ് കേട്ടോ. ചോക്കോപ്പി അല്ല, മറ്റേ എന്നെ അടുത്ത് ചോക്കോപ്പി തന്നെ. ബ്രെഡും വേണമെന്ന് പറഞ്ഞു, ബ്രെഡും കൊടുത്തു. അതിൻ്റെ ഡാൻസാണ് കേട്ടോ നിങ്ങളെ കാണുന്നത്, അതിൻ്റെ സന്തോഷത്തിൻ്റെ ഡാൻസ്. ഇത് ചോക്കോപ്പി മേടിച്ചിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. ആളെ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ലായിരുന്നു. അവിടെ മാറ്റി മാറ്റി വെച്ചേക്കുമായിരുന്നു. ഇപ്പം ഞാൻ നിർബന്ധിച്ചപ്പം എടുത്തൊരെണ്ണം കഴിക്കുന്നതാണ് കേട്ടോ. ഇത് മറ്റേ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഓഫറിന് ഒരു വലിയ പാക്കറ്റ് കിട്ടിയതായിരുന്നു. ആളിനി കുറച്ച് നേരം TV കാണാൻ പോവാണ്. അപ്പോഴത്തേനും ഞാൻ എൻ്റെ കുറച്ച് പണികളുണ്ട്. എനിക്ക് കുളിക്കണം, അങ്ങനത്തെ കുറച്ച് പണിയുണ്ട്. കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചൂടോടെ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കുളിച്ച് കഴിഞ്ഞില്ല, അതുകൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ഇച്ചിരി കപ്പ കഴിക്കണം, മീൻകറിയും കൂട്ടി. ചൂടോടെ അങ്ങ് കഴിക്കുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. പിന്നെ കിച്ചൂസിനിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അവന് ഇപ്പം അത് കഴിച്ചത് കൊണ്ട് ഇനി അവനിപ്പം ഇച്ചിരി കഴിഞ്ഞിട്ട് മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി അവനെ പഠിപ്പീരൊക്കെ കഴിഞ്ഞിട്ടേ അവനിനി കഴിക്കുകയുള്ളൂ. അപ്പം ഞാനിനി ഇച്ചിരി കപ്പയൊക്കെ കഴിക്കട്ടെ. അങ്ങനെ ഇതേണ്ടേ ഞാൻ ഇച്ചിരി കപ്പ തിന്നാൻ പോവാണ് കേട്ടോ. ഇത് നമ്മുടെ ഇവിടെയൊക്കെ കപ്പ കൊത്തി ഞെറുക്കി വേവിക്കുക എന്ന് പറയും കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ പല സ്ഥലത്തോട്ടും പല ഇതായിരിക്കുമല്ലോ അല്ലേ. നമ്മുടെ ഇവിടെ കപ്പ കൊത്തി ഞെറുക്കി വേവിക്കുക എന്ന് പറയും. പിന്നെ നമ്മൾ അല്ലാതെ വേവിക്കുന്നതിന് ചെണ്ടക്കപ്പ എന്ന് പറയാറുണ്ട്. പിന്നെ ഇതേണ്ടേ നമ്മുടെ മീൻകറി. അതും എനിക്ക് ചാറാണ് കേട്ടോ. എനിക്കൊരു ചാറാണ് ഇഷ്ടം. ഞാനൊരു ഇച്ചിരി ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. രാവിലെ കൊച്ചിന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി എടുത്തതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് കൊതി പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇച്ചിരി ചാറെടുത്തേക്ക്. അങ്ങനെ ഞാൻ ഇത് നിങ്ങൾക്കാണ് കേട്ടോ. ഇച്ചിരി മീനും ഒക്കെ എടുത്ത് ഇത് നിങ്ങൾക്കാണ് കേട്ടോ. ഇച്ചിരി മീനും എടുത്തിട്ടുണ്ട് ഞാൻ.
അപ്പം ഞാനിത് കഴിക്കട്ടെ. നിങ്ങൾക്ക് കാണുമ്പോൾ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല കേട്ടോ, സൂപ്പറാട്ടോ. എരിവൊക്കെ ഉണ്ട്. കപ്പയ്ക്കാണോ മീൻകറിക്കാണോ എരിവെന്ന് എനിക്കറിയില്ല. ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്യിക്കുന്നതുകൊണ്ട് കപ്പയ്ക്കാന്ന് തോന്നി. ഞാൻ കപ്പയ്ക്ക് 2 മുളക് ഇട്ടായിരുന്നു. അപ്പം സൂപ്പറാണ് കേട്ടോ. കഴിക്കട്ടെ. അങ്ങനെ പാത്രമെല്ലാം ഞാൻ കാലിയാക്കിയിട്ടുണ്ട്. ഇനി കഴുകേണ്ട ആവശ്യമില്ല. ഒരു കപ്പയുടെ ഒരു നാര് മാത്രമുണ്ട്. പിന്നെ ഒരു ഇതുമുണ്ട് കേട്ടോ, കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞാനിനി കിച്ചൂസിനെ പഠിപ്പിക്കാനായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ കിച്ചിക്കുട്ടൻ പഠിക്കാൻ റെഡി ആയിട്ടിരിപ്പുണ്ട്. പുസ്തകമൊന്നുമില്ല പഠിക്കാനായിട്ട്. പുസ്തകം എന്ത് ചെയ്യേ? ബാഗ് എടുത്തോ വച്ച്? അറിയാവുന്ന കാര്യം നമ്മൾ പഠിക്കണ്ടേ? ഇത് അടുത്ത ടെസ്റ്റ് പേപ്പറിൻ്റെ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഇപ്പം ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ കാണിക്കാം. ഹിന്ദി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, EVS ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഇന്ന് രാവിലെ ഞാനിതേണ്ട ഇവിടെ എല്ലാം നല്ല ക്ലീൻ ആക്കി കേട്ടോ. ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തു. എന്തോ ഈശോപ്പാനെയോ? ഏത് ഈശോപ്പാനെ? ഈശോപ്പാടെ ഇരിക്കട്ടെ. അതേ ആ. അപ്പം ഇതേണ്ടേ ഞങ്ങൾ രണ്ടുപേരുടെ പഠിക്കാൻ പോവാണ് കേട്ടോ. ഞാനിവിടെ കിച്ചുവിൻ്റെ കൂടത്തിൽ ഇരുന്ന് പഠിക്കും കേട്ടോ. എനിക്ക് ഹിന്ദിയൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പം കിച്ചുവിൻ്റെ കൂടത്തിൽ കൂടി ഞാൻ ഹിന്ദി പഠിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് പറയുമ്പം കിച്ചൂസ് അത് തിരുത്തി തരും എനിക്ക്. അമ്മ അങ്ങനെയല്ലമ്മേ, ഇങ്ങനെയാ അമ്മയെന്ന് പറഞ്ഞു തരും. അപ്പം ഞാനും കുറച്ചൊക്കെ പഠിച്ചു തുടങ്ങി. അപ്പം ഞങ്ങളിനി പഠിക്കട്ടെ. അപ്പം ഞങ്ങളുടെ വീഡിയോ, ഈ കൊച്ച് ഈവനിങ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നും അടിച്ചൊന്നും ആവുന്നില്ല. അപ്പം പറഞ്ഞു കേട്ടല്ലോ. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ വൃത്തി. ടാറ്റ കൊടുക്ക്. ടാറ്റാ. ഞങ്ങൾ പഠിക്കാൻ പോവാട്ടോ.